ഹലോ ഗായ്സ്, എന്തല്ല. അപ്പം നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ രാത്രിയിൽ പിള്ളേർക്ക് കുറേ കാരണം അപ്പോൾ ഇങ്ങനെ ഷെമീത്താൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഷെമീസ് ഓൺലൈൻ തൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കുറേ ആയല്ലോ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാത്തേന്ന് തോന്നിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വ്ളോഗാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു മുന്നേ എടുത്ത വീഡിയോൻ്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം സമയം 12:07 അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലാറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി തന്നെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നാളത്തേക്ക് വെച്ച് തന്നെ ചിലപ്പോൾ ഞാൻ മടിച്ച് ചെയ്യില്ല. അങ്ങനെ രാവിലെ ഇക്ക പണിക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ കാണുന്നത്. മക്കളെ രണ്ടാളും എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ രണ്ടാളൊന്നും പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ന്യൂസ് ചിരിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. മറ്റാൾ എത്തി നോക്കുന്നുണ്ട് എന്താണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പം പുറത്തത്തെ കാഴ്ചകളൊന്നും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. എന്നിട്ട് ഞാനൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് നല്ലോണം ഫേസൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ പല്ലത്തേപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിയല്ല ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ നവാലിനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ കുളിസീനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കുളിസീനിന് ശേഷമുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഞാനും നവാലും കൂടെ ക്യാമറയുടെ മുന്നിൽ കോപ്രായം കളിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നവാലിന് മാറ്റി കൊടുക്കാൻ വേണ്ടി കടത്തിയപ്പോഴത്തേക്ക് എണീച്ചുകൊണ്ടിരിക്കലാണ്. കാരണം സൈഡ് ഫോൺ ഉണ്ടല്ലോ, ഫോണ് കൈമലാക്കാന്നുള്ള ഒറ്റ ഉദ്ദേശം ആൾക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കി, മോള് കാണാത്ത ലെവലിൽ സൈഡിലേക്ക് ഫോൺ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ മാറ്റി കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ആളെ സ്പ്രേ, ബോഡി ലോഷൻ, ഫേസ് ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കൊണ്ടായി കളി. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സൈഡിൽ അങ്ങോട്ട് പോയതാണ്. അപ്പോഴത്തേക്കാണ് ഈ പരിപാടി. അങ്ങനെ ഇനിയിപ്പം മൊത്തത്തിലൊന്ന് സുന്ദരി കുട്ടിയാക്കി എടുക്കാം. ക്രീമൊക്കെ തേച്ച് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ക്രീമൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ആൾ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനിയൊന്നും മുടി വാരി കൊടുക്കും. മുടി വാരാൻ മാത്രമൊന്നും ഇല്ല, എന്നാലും ഞാനിങ്ങനെ വാരി കൊടുക്കേണ്ടി വരും. ആകൃതിയിൽ വാരി കൊടുക്കുമ്പോൾ ആളിങ്ങനെ കണ്ണിങ്ങനെ പൂട്ടും. എത്രത്തോളം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊന്നും അറിയില്ല. ഇങ്ങനെ കൂട്ടി കൊടുക്കും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ആളെ ഉറക്കലാണ് അടുത്ത പരിപാടി. കാരണം എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിപ്പിച്ചത്. അപ്പോൾ കുളിച്ചപാട് ആൾക്ക് കുറച്ച് ഉറങ്ങാനുള്ളൊരു മൂഡ് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ കുറച്ച് ഉറക്കി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. എവിടെ ഉറങ്ങിച്ചില്ല. ഞാൻ പിന്നെ വാക്കറിൽ കൊണ്ടുവന്നിരുത്തി പിന്നെ എൻ്റെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവുകയാണ്. ഉറക്കിൻ്റെ ഹാലൊക്കെ കളിച്ചപ്പോൾ ഞാൻ അന്ന് ഉറങ്ങിപ്പോയി. നോക്കുമ്പം എന്നെ പറ്റിച്ചതാണ്. അങ്ങനെ നമ്മൾ വാക്കറിലിരുത്തിയിട്ടുണ്ട്. ഇനി വാക്കറിലിരുത്തിയിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കട്ടെ എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ മറ്റുള്ള പരിപാടി അടിച്ചു വാരൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫുഡിലേക്ക് കിടക്കുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വ്ളോഗിൽ എടുത്തിട്ടില്ല. കാരണം ഇവൾ കരയുന്നതിൻ്റെ മുന്നേ പണിയെല്ലാം തീർക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കലക്കിയ തുണിയൊക്കെ ഒന്ന് ആറിയിടാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആറിയിടലാണ് നെക്സ്റ്റ് പരിപാടി. അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇന്നും കുറച്ച് ഇന്നൂസിൻ്റെ വ്ളോഗിൽ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആൾ സമ്മതിക്കില്ല. ആൾ കാണാണ്ട് എടുക്കേണ്ടി വരും. അപ്പം എനിക്ക് പിന്നെ വ്ളോഗ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇന്നൂസിനെ അങ്ങനെ വ്ളോഗിലൊന്നും കാണിക്കാത്ത ലെവലിലാക്കി. കാരണം ആൾക്ക് ഈ വ്ളോഗിൽ വരുന്നൊന്നും വലിയ ചില സമയത്ത് നല്ല മൂഡിൽ വരും. അപ്പോഴാണ് ഇപ്പോൾ വ്ളോഗിലായാലും ഫോട്ടോ എടുക്കാനായാലും ഓക്കൊരു അതിനോടൊരു താല്പര്യം വരണം. എന്നാൽ മാത്രമേ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ എന്തിനാണ് ഓരോ ചെറിയ കുട്ടികളുടെയായാലും ഓരോ ഇഷ്ടങ്ങൾക്ക് നമ്മൾ കുറച്ചൊരു വില കൊടുക്കണമല്ലോ. അപ്പോൾ ഓക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ വന്നോട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ അങ്ങനെ ഇതാക്കി. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഞാനിങ്ങനെ ദിവസം ചെയ്യേണ്ട പണിയൊക്കെ ഇങ്ങനെ എഴുതി വെക്കലുണ്ട്. അതായത് മറന്നു പോകാണ്ട് ചെയ്യേണ്ടതല്ലോ. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് അതൊക്കെ നോക്കലാണ് മെയിൻ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെന്താ ചെയ്യേണ്ടത്, ഈ ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ്ങിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിനോ അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെക്കും. അത്
ഈ കൊല്ലം മുതൽ തുടങ്ങിയ ശീലമാണ് കേട്ടോ, മുന്നേ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, അപ്പോൾ എനിക്കെന്തോ ഒരു ഓർഗനൈസ് ആകുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം വീഴുന്നുണ്ട് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ എന്നുള്ളത്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നവാലിന് എൻ്റെ കുറച്ച് ക്രാഫ്റ്റിന് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് പരിപാടി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഓളതിലിങ്ങനെ കളിക്കുന്നതിൽ ഇതായിട്ടുള്ളത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് കരച്ചിലെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു പരിപാടി തീർക്കണം. ഇന്നൂസ് അപ്പുറത്തുനിന്ന് ഉമ്മാമ്മേൻ്റെ പിന്നെ കളിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലും കൂടെ നോക്കണം. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വ്ലോഗ് എടുക്കലൊന്നും നടക്കില്ല. ട്രൈപോഡ് എടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പം എയ്ത്തും കുത്തും പരിപാടിയൊക്കെ ആണ് കുറച്ച് സമയത്തേക്ക്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ഫോളോ ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. 2 മിനിറ്റ് പോലുള്ളൂ, 1 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ എന്താക്കാം, എല്ലാവരും ഒന്ന് ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. എന്ത് മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നുള്ളൊരു ബോധത്തോടു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നാട്ടിൽ പോയിട്ടുണ്ടായിനി ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് കുറച്ചെല്ലായിട്ടുള്ളൂ വന്നിട്ടേ. അപ്പോൾ നടുവേദനായിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇവിടെ നാട്ടിലുള്ള സമയത്ത് കുറച്ച് റിലീഫൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ആദ്യം വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു, MRI ഒക്കെ ചെയ്തു. ഇനിയിപ്പം എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഇന്ന് പോകാനുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തീർക്കണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് യാറ ബേബി നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നുള്ള വ്ളോഗാണ് കേട്ടോ. ഞാനിത് ഫെബ്രുവരി 1 എടുത്തതാണ്. ഇപ്പം ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആൾ നാട്ടിലാണുള്ളത്. ഓക്കെ, യാറെ നാട്ടിലാണ് ഉള്ളത്. ഇതിപ്പം നെക്സ്റ്റ് റെഡി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഫിസിയോതെറാപ്പിക്ക് പോകാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾ റെഡിയാക്കി ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിക്ക് പോക്കാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. എനിക്ക് എങ്ങനെയാണ് ഒന്നും ഒരു ഐഡിയ ഇല്ല. പോയിട്ട് നോക്കാം ഇനി എന്താണെന്നുള്ളത്. ഞാനും ഇക്കയും മോളും കൂടെ പോകുന്നത്. ഇന്നുവിനെ കൂട്ടുന്നില്ല. ഇന്നുവിനെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് രണ്ടാളെയും കൂടി ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. നേരെ ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇത് പോകുന്നത് സാൽമയിലെ മെട്രോ ക്ലിനിക്കിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നമ്മൾ തലേദിവസം പോയിട്ട് എല്ലാം അന്വേഷിച്ച് പിന്നെ അപ്പോയിൻമെൻ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ഇനിയിപ്പം നേരെ മെട്രോ ക്ലിനിക്കിൽ അങ്ങനെ നമ്മൾ മെട്രോ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോയിൻമെൻ്റൊക്കെ കാണിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറില്ലാന്ന് കേട്ടോ. അങ്ങനെ 1 അവറിൻ്റെ ഫിസിയോതെറാപ്പിക്ക് ശേഷം പുറത്ത് ചെയ്യുന്നു. അപ്പോൾ നവാലി കുറച്ചൊന്ന് അലമ്പാക്കിയിട്ട് ഇക്കാനെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് റിലീഫൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇനി നെക്സ്റ്റ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇത് ഡെയിലി ഇല്ല, ഒഴിവ് കിട്ടുന്ന സമയത്ത് അവർ പറയും, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നമ്മളിനി ഇത് വീട്ടിലെത്തിയിട്ടുള്ള ലിഫ്റ്റാണ് കേട്ടോ. അപ്പം മിക്ക പറഞ്ഞു നിങ്ങൾ വിട്ടോ, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ട് അങ്ങനെ ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് പോയെന്ന് ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ വ്ളോഗ് എടുത്താണ്, അത്രേ.